Hello guys, I am Admin and welcome back to my channel Superness. നമ്മളാണ് സൂപ്പർനെസ് ഓർ സൂപ്പർ ഹീറോസ്. സൂപ്പർനെസ് എൻ്റർടൈൻമെൻറ്റിൽ പുതിയ മാറവരുടെ സൂപ്പർ ഫാൻസിനും സ്വാഗതം. സോ ഗൈസ്, അങ്ങനെ ഡെയർ ഡെവിൾ ബോൺ അഗൈൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ മാറൽ പുറത്തുവിട്ടിരിക്കുകയാണ്. ഒരുപാട് നാൾ നമ്മൾ ലീക്ഡ് ആൻഡ് അല്ലാത്ത ട്രെയിലറും ടീസറൊക്കെയാണ് കണ്ടത്. ഞാൻ ഇതിനെ കണ്ടില്ല, എന്നാലും ചിലരൊക്കെ കണ്ടു. പിന്നെ ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസ് മാർവലിൻ്റെ തന്നെയാണ്, എന്നപ്പോൾ ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസായിട്ട് പോലും മാർവൽ എടുത്ത് അവരുടെ സീരീസ് ആക്കാൻ, അതായത് ഒരു ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ എന്ന് പറഞ്ഞൊരു പുതിയ സീരീസ് MCUവിൽ തന്നെ കൊണ്ടുവരുമെങ്കിൽ അതിൻ്റെ ലെവൽ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഗൈസ്. സോ ഈ എന്തൊക്കെയായാലും ഇതിൻ്റെ ഒരു ടൈം ലൈനൊന്നും നമുക്കറിയില്ല. ചിലർ പറയുന്നു അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൻ്റെയും വാണ്ടാവിഷൻ്റെ ഇടയിലാണ് ഇതിൻ്റെ ടൈം ലൈൻ എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ എന്തായാലും March 4 വരെ കാത്തിരിക്കേണ്ടി വരും അതിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ് മൂവീസ് ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓസം ആൻഡ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് അടുത്തുള്ള ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിടക്കാം. സോ ആദ്യം തന്നെ ഈ ഒരു ട്രെയിലർ തുടങ്ങുന്നത് ഈ ഒരു ട്രെയിലർ ആദ്യം കണ്ടപ്പോൾ ഒരു സോണിയുടെ ആ ഒരു ട്രെയിലർ സ്റ്റൈൽ പോലെയാണ് എനിക്ക് തോന്നിയത്. ട്രെയിലർ സ്റ്റാർട്സ് എന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഇതിൽ ട്രെയിലർ സ്റ്റാർട്സ് ഒന്നും എഴുതിയിട്ടില്ല. ഡെയർ ഡെവിൾ ആരോ ആയിട്ട് ഫൈറ്റ് ചെയ്യാണ്. ഇതുവരെ അതെനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ആരാണെന്ന്. അത് വളരെ ഒരു പെട്ടെന്ന് നടക്കുന്ന ഒരു സീനായതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പിന്നീട് നമ്മൾ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ കോഫി ഷോപ്പിൽ നമ്മൾ ഡെയർ ഡെവിൾ അല്ല, നമ്മളെ മാറ്റ് മർഡോക്കിനെയും കിങ് പിൻ അഥവാ വിൽസൺ ഫിസ്കിനെയും കാണുന്നു. അപ്പോൾ നമ്മുടെ മാറ്റ് പറയുന്നുണ്ട്, ഈ നിങ്ങളുടെ സമയത്തിന് നന്ദി എന്ന് നമ്മളെ കിങ് പിന്നിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കിങ് പിൻ്റെ ഒരു ഫൈറ്റ് സീനാണ് കാണുന്നത്. സോ അവിടെ വെച്ചിട്ടായിട്ട് ഈ ഒരു ട്രെയിലറിൻ്റെ തന്നെ ഒരു സ്ലോഗനാണ്, ഇറ്റ്സ് നോട്ട് അൺപ്ലസൻറ്റ് സീയിങ് യു അഗെയിൻ എന്ന് നമ്മളെ കിങ് പിൻ അഥവാ വിൽസൺ ഫിസ്ക് പറയുന്നുണ്ട്. അതായത് നിന്നെ വീണ്ടും കണ്ടതിൽ അത്ര എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ മാർവൽ ടെലിവിഷൻ്റെ ഇൻട്രോ കാണുന്നു. മാർവൽ ഗെയിംസിനും ഇപ്പോൾ ഒരു പ്രത്യേക ഇൻട്രോ ഉണ്ട്. മാർവൽ ടെലിവിഷൻ ആനിമേഷൻ അങ്ങനെ ഒരുപാട് ഇൻട്രോ ഉണ്ട്. അത് നല്ലൊരു ഇൻട്രോ തന്നെയാണ്, നല്ല ബ്ലെൻഡ് ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന സിറ്റിയാണ്. അവിടെ വെച്ചിട്ടായിട്ട് കിങ് പിൻ പറയുന്നുണ്ട്, കിങ് പിൻ്റെ ഡയലോഗാണ് നമ്മൾ കേൾക്കുന്നത്. ഒരുപാട് സമയം കടന്നു പോയിട്ടുണ്ടെന്ന് പറയുന്നുള്ളത്. അവിടെ വെച്ചിട്ടായിട്ട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഡെയർ ഡെവിൾ, പിന്നെ ഡെയർ ഡെവിളിൻ്റെ പാർട്ട്നേഴ്സും ഫ്രണ്ട്സുമായിട്ടുള്ള ഫോഗി നെൽസനെയും കാരൻ പേജിനെയൊക്കെ നമ്മൾ കാണുന്നു. ഇവരൊക്കെ എങ്ങനെ ഇതിലോട്ട് വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതുവരെ അറിയത്തില്ല. പക്ഷേ ഈ ഒരു സംഭവം, അതായത് ഈ ഒരു സീരീസ് ഫസ്റ്റ്ലി അനൗൺസ് ചെയ്തപ്പം തന്നെ ഇവരൊക്കെ തിരിച്ചു വരുമോ എന്നുള്ളൊരു കാര്യമാണ് മെയിനിലായിട്ട് എല്ലാ മാർവൽ ഫാൻസും ചോദിച്ചത്. അവർ തിരിച്ച് വന്നിട്ടുണ്ട്. സോ ഈ ഒരു സംഭവം തന്നെ മാറ്റും പറയുന്നുണ്ട് തിരിച്ച്, അതായത് ഒരു ടൈം പാസ്സായിട്ടുണ്ട് എന്ന്, ഒരുപാട് സമയം കടന്നു പോയെന്ന് പറയുന്നുണ്ട്. പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ വിൽസൺ ഫിസ്ക് മേയറായിരിക്കുകയാണ്. സോ അതിൻ്റെ ഒരു തിരക്കും സംഭവങ്ങളൊക്കെ ഒരു സിറ്റിയിൽ ഉണ്ട്. അവിടെ വെച്ചിട്ടാണ്ട് ഒരുപാട് ഈസ്റ്റർ എഗ്സ് ഉണ്ട്. അതായത് ഒരു ബാനറിൽ നമ്മൾ ആദ്യത്തെ ബാനർ നോക്കുകയാണെങ്കിൽ നമ്മുടെ വിൽസൺ ഫിസ്ക് സിറ്റി മേയറായതിനു ശേഷം സിറ്റി അഡ്രസ്സ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇടതുവശത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സോഡ, അതായത് പിങ്ഡോ, നമ്മുടെ ഇൻക്രെഡിബിൾ ഹൾക്കിൽ സ്റ്റാൻലി കുടിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ബ്രൂസ് ബാനറിൻ്റെ കമ്പനിയിലെ ആ സോഡ, അതിൻ്റെ റെഫറൻസാണ് അവിടെ കൊടുത്തിരിക്കണം. പിന്നെ റോജേഴ്സ് മ്യൂസിക്കിൽ ഓഫ്കോഴ്സ് അറിയാമല്ലോ ക്യാപ്റ്റൻ അമേരിക്കയിലെ ആ സംഭവം. പിന്നെ ഹാപ്പി ന്യൂ ഇയർ എന്ന് നമ്മൾ കാണുന്നുണ്ട്. സോ ഈ ഒരു സംഭവം നടക്കുന്നത് ഒരു ന്യൂ ഇയറിൻ്റെ അന്നാണ്. സോ അപ്പം പിം വാൻ ഡൈൻ ഫൗണ്ടേഷൻ എന്ന് എഴുതിയിട്ടുണ്ട് ആ ഒരു ഹാപ്പി ന്യൂ ഇയറിൽ. സോ നമ്മൾ ആൻഡ്മാൻ്റെ ആ ഒരു റെഫറൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ എന്നിട്ട് നമ്മൾ കിംപിൻ്റെ വോയിസിലൂടെ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത് അദ്ദേഹം ഇപ്പം മേയറാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ വോയിസിൽ അദ്ദേഹം പറയുന്നുണ്ട്. സോ അപ്പം ഒരു കിങ് പിൻ്റെ ഒരു ഡ്രോയിങ്, ഒരു വിജിലാൻറ്റി വരയ്ക്കുന്ന ഒരു സീൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമ്മളെ മാറ്റി വയ്ക്കുന്നുണ്ട്, നീ ഭയങ്കര ഇങ്ങനെ സ്കാമിലൊക്കെ ഏർപ്പെടുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ വിൽസൺ ഫിസ്ക് പറയുന്നുണ്ട്, നീ എന്തിനാണ് വിജിലാൻറ്റിയായി നിർത്തിയത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ
നമ്മുടെ മാറ്റ് മർഡോക്ക് ഡെയർ ഡെവിളായിട്ട് റിട്ടയർ ആയിരിക്കുകയാണ്. അപ്പോൾ മാറ്റ് പറയുന്നുണ്ട് ലൈൻ വാസ് ക്രോസ്ഡ് എന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് കാണാൻ പറ്റുന്നത് മാറ്റിൻ്റെ ഹെൽമെറ്റ് ഇങ്ങനെ പൊട്ടി താഴോട്ട് വീഴുന്നതാണ്. അതിലൊരു ഹോൺ, അതായത് കൊമ്പ് പൊട്ടിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇതൊരു മേജർ ഇൻസിഡൻ്റ് ആണ് ആവണം ആ ഒരു സീരീസിൽ. എന്തെങ്കിലും ഒരു സംഭവം, അതൊരു ഫ്ലാഷ് ബാക്ക് പോലെ കാണിക്കുമായിരിക്കും. ആ ഒരു സംഭവം കാരണമാണ് നമ്മുടെ മാറ്റ് മർഡോക്ക് ഡെയർ ഡെവിളായിട്ട് റിട്ടയർ ആയത്. പിന്നെ കുറച്ച് ഫൈറ്റ് സീൻസൊക്കെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ബുൾസൈ എന്ന് പറയുന്ന ഡെയർ ഡെവിളിലെ ക്യാരക്ടറിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ആ ഒരു ക്യാരക്ടർ ജയിലിലോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ ഒരു ക്യാരക്ടർ ഡെയർ ഡെവിളിൽ എന്താ പറയുക പാരലൈസ് ആയതാണ്. പിന്നെ എങ്ങനെ നടക്കുന്നു എന്ന് നമുക്ക് അറിയില്ല. പിന്നീട് എന്താ പറയുക പീസ് നീഡ്സ് ടു ബി ബ്രോക്കൺ, അതായത് സമാധാനം ഇല്ലാതാക്കണം എന്ന് നമ്മുടെ വിൽസൺ ഫിസ്ക് പറയുന്നുണ്ട്. സോ പിന്നീട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡെയർ ഡെവിൾ അഥവാ മാറ്റ് മർഡോക്കിന് കുറച്ച് ഇൻറ്റിമേറ്റ് സീൻസാണ്. ഓഫ് കോഴ്സ് ഒരു മാർവൽ പടത്തിലെ മാർവൽ പടമല്ല സീരീസ്, ഒരു മാർവൽ പ്രൊജക്റ്റിൽ തന്നെ ആദ്യത്തെ അതിൻ്റെ ട്രെയിലറിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഇൻറ്റിമേറ്റ് സീൻ കാണിക്കുന്നത്. ഇൻറ്റിമേറ്റ് സീൻ എന്ന് വെച്ചാൽ നമ്മുടെ ഡെയർ ഡെവിൾ മാറ്റ് മർഡോക്കിന് ഇപ്പോൾ ഒരു ലവ് ഇൻട്രസ്റ്റ് ഉണ്ട്. അത് ആരാണെന്ന് നമുക്കറിയത്തില്ല, ഏത് ക്യാരക്ടറാണെന്ന് നമുക്കറിയത്തില്ല. ഈ ഒരു സംഭവം നമുക്ക് TV കാണാൻ പറ്റില്ല. ഈ സംഭവം ഞാൻ ആദ്യമേ പറഞ്ഞുതരാം. ഈ ഒരു സംഭവം R-rated ആണ്, ടെലിവിഷൻ വൈസ് R-rated ആണ്. സോ 18 വയസ്സിനൊക്കെ കാണാൻ പറ്റും. കാരണം അതിൽ അത്ര സീൻസും വയലൻസും എല്ലാം ഉണ്ട്. എല്ലാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്സ് അനുസരിച്ച് ഈ ഒരു സീരീസ് വന്നിട്ട് നമ്മളെ ഒറിജിനൽ നെറ്റ്ഫ്ലിക്സ് ഷോയിനെ കാട്ടിയും വയലൻറ്റും കിടിലാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അത് സന്തോഷമുണ്ട്. അതായത് ആദ്യമായിട്ട് എന്താ പറയുക ഗൈസ്, അതായത് നമ്മളെ മാർവെല്ലും ഒരു ഒരു ഇൻറ്റിമേറ്റ് സീൻ നമ്മൾ അയൺമാനിലൊക്കെ കണ്ടിട്ടുണ്ട്, ഉള്ളതാണ്. ഞാൻ ഇവിടെ കാണിക്കുന്നില്ല, ഞാൻ പറഞ്ഞു പോകുന്നു. അപ്പം ആ ഒരു സീനൊക്കെ നമ്മളെ മാർവെല്ലും വന്ന് തുടങ്ങി. സോ DC-യിലൊക്കെ പണ്ട് തൊട്ടേ ഉണ്ട്. സോ മാർവെല്ലും വന്നത് സന്തോഷം. സോ പിന്നീട് നമ്മൾ കാണുന്നത് ഒരു വില്ലനെയാണ്. സോ പലരും വിചാരിച്ചു വെച്ചിട്ടുണ്ടാവും നമ്മുടെ വിൽസൺ ഫിസ്ക് അഥവാ കിങ് പിന്നാണ് ഇതിലെ മെയിൻ വില്ലൻ എന്ന്. അല്ല, മ്യൂസ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഈ ഒരു സീരീസിലെ മെയിൻ വില്ലൻ. അതായത് നിങ്ങൾക്ക് കാണാം ആ ഒരു വൈറ്റ് മാസ്കിൽ കണ്ണിൻ്റെ അവിടെ റെഡ് കളർ. സോ ഈ ഒരു ക്യാരക്ടർ തൻ്റെ വിക്ടിമിൻ്റെ ബ്ലഡ് ഉപയോഗിച്ചാണ് പെയിൻറ്റ് ചെയ്യണത്. സോ ആ ഒരു ബ്ലഡ് എന്ന് പറയുന്നത്, ആ ഒരു റെഡ് കളർ എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ആ വിക്ടിമിൻ്റെ ബ്ലഡാണ്. പിന്നീട് പണിഷർ നമ്മളെ ഡെയർ ഡെവിളിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതാണ് കാണുന്നു. ഒരു എന്താ പറയുക മാഷറ്റ് അഥവാ കോടാലി എടുത്ത് കൊല്ലാൻ നോക്കുന്നത് കാണുന്നു. സോ അവിടെ വെച്ചിട്ടായിട്ട് നമ്മളെ എന്താ പറയുക മാറ്റ് പറയുന്നുണ്ട് ഇത് ഞാനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം ആൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു പണിഷർ ഇതിൽ ചിലപ്പോൾ വില്ലനായേക്കാം എന്ന് എനിക്കൊരു തോന്നലുണ്ടോ. പിന്നെ അനദർ ക്യാരക്ടർ കമ്മിങ് ടു ദിസ് ട്രെയിലർ, ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വൈറ്റ് ടൈഗറാണ്. ഈ വൈറ്റ് ടൈഗർ എന്ന് പറയുന്ന ക്യാരക്ടറും ഒരു വിജിലാൻറ്റിയാണ്. സോ ഈ ഒരു ക്യാരക്ടർ ആയിരിക്കണം റിട്ടയർ ആയിരിക്കുന്ന മാറ്റ് മർഡോക്കിനെ തിരിച്ച് ഡെയർ ഡെവിലായി കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നടക്കണം ആ ഒരു ഇതിന് വേണ്ടിയിട്ട്. പിന്നീട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഒരുപാട് മൾട്ടിപ്പിൾ ഡെയർ ഡെവിൾ മാസ്കുകൾ നമ്മൾ കാണുന്നു. പിന്നെ കുറച്ച് ഫൈറ്റ് സീൻസൊക്കെ നമ്മൾ കാണുന്നു. എന്നിട്ട് ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ എന്ന് പറയുന്നൊരു ടൈറ്റിൽ അങ്ങോട്ട് എഴുതിക്കാണെങ്കിൽ എൻ്റെ ഗൈസ് വെറും കിടിലൻ ഒരു ടൈറ്റിൽ തന്നെയാണ്. എന്തൊക്കെ തന്നെയായിരുന്നു ഇത്രയും ഒരു കിടിലൻ ട്രെയിലർ ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറം തന്നെയായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇന്നലെ തന്നെ ബ്രേക്ക് ഡൗൺ ഇടണമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ എന്താ പറയുക, എനിക്ക് ചില ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് കാരണം നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെ തന്നെയാലും നിങ്ങൾക്ക് ഈ ട്രെയിലർ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറയാം ഗൈസ്. സോ ഗൈസ് ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. സോ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ് മറ്റൊരു മാർവലായിട്ട് വീഡിയോ നമുക്ക് വീണ്ടും കൊണ്ടാം. അതൊരു Atma Jedar signing out, and you are watching Super Nation. Name and not all Super Heroes.